ഇയ്യോബ് അദ്ധ്യായം 27. ഇയ്യോബ് തൻ്റെ സുഭാഷിതം തുടർന്നു. എൻ്റെ ന്യായം നീക്കിക്കളഞ്ഞ ദൈവം ജീവനുള്ളവൻ. എനിക്ക് മനോവ്യസനം വരുത്തിയത് സർവശക്തൻ. എൻ്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിൻ്റെ ശ്വാസം എൻ്റെ മൂക്കിലുമുണ്ട്. എൻ്റെ അധരം നീതികേട് സംസാരിക്കുകയില്ല. എൻ്റെ നാവ് വ്യാജം ഉച്ചരിക്കാതിരിക്കാം. മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയുമില്ല. എൻ്റെ നീതി ഞാൻ കൈവിടാതെ മുറുകെ പിടിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല. എൻ്റെ ശത്രു ദുഷ്ടനെ പോലെയും എന്നെ വെറുക്കുന്നവൻ നീതി കെട്ടവനെ പോലെയുമാകും. ദൈവനിഷേധിയിൽ നിന്ന് ദൈവം അവനുള്ളത് എടുത്തു കളഞ്ഞാൽ അവന് എന്ത് പ്രത്യാശ ശേഷിപ്പുള്ളൂ? അവന് കഷ്ടത വരുമ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. അവൻ സർവശക്തനാൽ പ്രത്യാശിക്കുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ താൻ ഉത്തരമരുളും. ദൈവകരത്തിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തി അവന് നിഗൂഢമല്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിരിക്കുന്നു. പിന്നെയും നിങ്ങൾ വ്യർത്ഥമായി നിഗളിക്കുന്നതെന്ത്? ഇത് ദുർജനത്തിന് ദൈവത്തിൻ്റെ പക്കലുള്ള ഓഹരിയും നിഷ്ഠൂരന്മാർ സർവശക്തനിൽ നിന്ന് പ്രാപിക്കുന്ന അവകാശവും തന്നെ. അവൻ്റെ മക്കൾ വർദ്ധിച്ചാൽ അത് വാളിനായിട്ടത്രേ. അവൻ്റെ സന്തതി അപ്പം തിന്ന് തൃപ്തരാകുകയില്ല. അവന് ശേഷിച്ചവർ മരണത്താൽ സംസ്കരിക്കപ്പെടും. അവരുടെ വിധവമാരെ പറ്റി ആരും ആലോചിക്കുകയില്ല. അവൻ പൊടി പോലെ ദ്രവ്യം ശേഖരിച്ചാലും മണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവൻ സമ്പാദിച്ചു എന്നേയുള്ളൂ. നീതിമാൻ അത് ഉടയ്ക്കും, ദ്രവ്യം പങ്കിടും. ചിലന്തിയെ പോലെ അവൻ വീട് പണിയുന്നു. അവൻ്റെ കൂടാരം മാടം കെട്ടുന്നത് പോലെ തന്നെ. ധനവാൻ നിദ്ര കൊള്ളും, പിന്നെ എഴുന്നേൽക്കുകയില്ല. അവൻ കണ്ണു തുറക്കുന്നു, ഇല്ലാതെയാകുന്നു. വെള്ളം പോലെ ഭയം അവനെ ഓടിച്ചു പിടിക്കുന്നു. രാത്രിയിൽ കൊടുങ്കാറ്റ് അവനെ കവർന്നു കൊണ്ടുപോകുന്നു. അത് അവനെ പിടിച്ചിട്ട് അവനെ ഇല്ലാതാക്കുന്നു. അവൻ്റെ സ്ഥലത്ത് നിന്ന് അത് അവനെ ഓടിച്ചു കളയുന്നു. ദൈവം നിർദ്ദയം അവനെ എറിഞ്ഞു കളയുന്നു. തൃക്കൈയിൽ നിന്ന് ചാടിപ്പോകുവാൻ അവൻ നോക്കുന്നു. അവൻ്റെ കൈ അവരെ പിന്തുടരും. അവൻ്റെ സ്ഥലത്ത് നിന്ന് അവനെ പുറത്താക്കും. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.